ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഫിസിക്സിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് എന്താണ്, അതുപോലെ റൗണ്ടിങ് ഓഫ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ ഡയമെൻഷനൽ ഫോർമുല എന്താണ്, വ്യത്യസ്തങ്ങളായ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസ് അല്ലെങ്കിൽ ഡയമെൻഷനൽ ഫോർമുലാസ് കണ്ടെത്തുന്നത് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ ദ ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആർ ദ പവേഴ്സ് ഓർ എക്സ്പോണൻസ് ടു വിച്ച് ദ ബേസ് ക്വാണ്ടിറ്റീസ് ആർ റേസ്ഡ് ടു റെപ്രസെൻറ്റ് ദാറ്റ് ക്വാണ്ടിറ്റി. ഒരു ക്വാണ്ടിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബേസ് ക്വാണ്ടിറ്റീസിനെ, അതായത് മാസ്, ലെങ്ത്, ടൈം പോലത്തെ ബേസ് ക്വാണ്ടിറ്റീസിനെ ഏത് പവേഴ്സിലേക്കാണോ അല്ലെങ്കിൽ എക്സ്പോണൻസിലേക്കാണോ റേസ് ചെയ്യേണ്ടത്, ആ പവേഴ്സിനെയാണ് നമ്മൾ ആ ക്വാണ്ടിറ്റീൻ്റെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസ് ക്വാണ്ടിറ്റീസിനെ ഏത് പവേഴ്സിലേക്കാണോ നമ്മൾ റേസ് ചെയ്യേണ്ടത്, ആ പവേഴ്സിനെയാണ് നമ്മൾ സാധാരണ ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. ഇനി ഡയമെൻഷനൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ദ എക്സ്പ്രഷൻ വിച്ച് ഷോസ് how and which of the base quantities represent the dimensions of a physical quantity is called the dimensional formula of the given physical quantity. ഈ ഡയമെൻഷൻസ് യൂസ് ചെയ്തിട്ട്, ബേസ് ക്വാണ്ടിറ്റീനെ റേസ് ചെയ്തിട്ടുള്ള ഡയമെൻഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഫോർമുലയാണ് നമ്മൾ ഡയമെൻഷനൽ ഫോർമുല എന്ന് പറയുന്നത്. ഡയമെൻഷൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലയെ നമ്മൾ ഡയമെൻഷനൽ ഫോർമുല എന്ന് പറയുന്നു. അപ്പോൾ ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ ബേസ് ക്വാണ്ടിറ്റിനെ നമ്മൾ ഏത് പവേഴ്സിലാണോ റേസ് ചെയ്യേണ്ടത്, ആ പവേഴ്സിനാണ് നമ്മൾ ഡയമെൻഷൻസ് എന്ന് പറയാം. അതുപോലെ ഡയമെൻഷൻസ് ഉപയോഗിച്ചിട്ട്, ബേസ് ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് നമ്മൾ ഡയമെൻഷനൽ ഫോർമുല എന്ന് പറയുന്നത്. നമുക്ക് ബേസ് ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള ലെങ്ത്ത്, മാസ്, ടൈം ഇവയുടെയൊക്കെ ഡയമെൻഷനൽ ഫോർമുല ജസ്റ്റ് നോക്കാം അല്ലേ. ലെങ്ത്തിൻ്റെ ഡയമെൻഷനൽ ഫോർമുല എന്താണ്? ലെങ്ത്തിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് L⁻⁴ എന്നാണ് സാധാരണയായി എഴുതുന്നത് അല്ലേ. L⁻⁴. അതായത് മാസ് എന്ന ബേസ് ക്വാണ്ടിറ്റിയിലുള്ള ഈ ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ 0 ആണ്. അതുപോലെ തന്നെ ടൈം എന്ന ബേസ് ക്വാണ്ടിറ്റിയിലുള്ള ലെങ്ത്തിൻ്റെ ഡയമെൻഷനും 0 ആണ്. അപ്പോൾ നമ്മൾ ഫോർമുല ആയിട്ട് എഴുതുമ്പം m0 L1 L⁻⁴ T⁻�0 എന്ന് എഴുതും അല്ലേ. അതുപോലെ മാസ് എന്ന ബേസ് ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ L0 T⁻�0 അല്ലേ. ഇതുപോലെ നമുക്ക് എല്ലാ ബേസ് ക്വാണ്ടിറ്റിയുടെയും ഡയമെൻഷൻസ് എഴുതാൻ പറ്റും. അതുപോലെ ടൈമിൻ്റെത് മാസ് എന്ന ബേസ് ക്വാണ്ടിറ്റിയിലുള്ള ടൈമിൻ്റെ ഡയമെൻഷൻ 0 ആണ്. അതുപോലെ എല്ലിലുള്ള ഡയമെൻഷൻ 0 ആണ്. ടിയിലുള്ള ഡയമെൻഷൻ എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. അതുകൊണ്ട് നമ്മൾ ഫോർമുല ആയിട്ട് എഴുതുമ്പോൾ m0 L0 T1 എന്ന് എഴുതുന്നു. അതുപോലെ ടെമ്പറേച്ചറിൻ്റെത് K⁻⁴ ആണ്. അതുപോലെ ഇലക്ട്രിക് കറണ്ടിൻ്റെത് A⁻⁴ ആണ്. ടെമ്പറേച്ചർ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കെൽവിൻ്റെ K ആണ് അല്ലേ. അതുപോലെ ഇലക്ട്രിക് കറണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആംബിയറിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടുള്ള A എന്ന് പറയുന്ന ലെറ്ററാണ് അല്ലേ. അപ്പോൾ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഡയമെൻഷൻസ് A⁻⁴, അതുപോലെ ടെമ്പറേച്ചറിൻ്റെ ഡയമെൻഷൻസ് K⁻⁴. ഇത്രയുമാണ് നമ്മുടെ ബേസ് ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷനൽ ഫോർമുല എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം അല്ലേ. ഡയമെൻഷനൽ ഫോർമുല എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നതെന്ന് നോക്കാം അല്ലേ. സ്പീഡ് ഈക്വൽ ടു, നമുക്കറിയാം സ്പീഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ആണ് അല്ലേ. യൂണിറ്റ് ടൈമിൽ സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് നമ്മൾ സ്പീഡ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ലെങ്ത് ആണ് അല്ലേ. അപ്പോൾ ലെങ്ത് ഡിവൈഡ് ബൈ ടൈം ആണ് സ്പീഡിൻ്റെ ഡയമെൻഷനൽ ഫോർമുല എന്ന് പറയുന്നത്. ലെങ്ത് എന്ന ബേസ് ക്വാണ്ടിറ്റിയിൽ 1ഉം അതുപോലെ ടൈം എന്ന് പറയുന്ന ബേസ് ക്വാണ്ടിറ്റിയിൽ -1ഉമാണ് ഈ സ്പീഡിൻ്റെ ഡയമെൻഷൻസ്. അത് കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ഫോർമുല ആയിട്ട് എഴുതുമ്പോൾ m⁻⁴ L⁻⁴ T⁻⁻1 എന്ന് എഴുതാൻ പറ്റും. അതുപോലെ ഏരിയൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ. നീളം ഇൻറ്റു വീതിയാണ് ഏരിയ എന്ന് പറയുന്നത്. ലെങ്ത് ആയാലും ബ്രെഡ്ത്ത് ആയാലും ഒക്കെ ബേസിക്കലി എന്താണ്, ലെങ്ത് തന്നെയാണ് അല്ലേ. അതുകൊണ്ട് ലെങ്ത് ഇൻറ്റു ലെങ്ത് എന്ന് എഴുതാൻ പറ്റും അല്ലേ. L ഇൻറ്റു L ഈക്വൽ ടു L² എന്ന് കിട്ടും അല്ലേ. അത് നമ്മൾ ഫോർമുല ആയിട്ട് എഴുതുകയാണെങ്കിൽ
m⁻⁴ l⁻², t⁻0 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇതാണ് ഏരിയയുടെ ഡയമെൻഷണൽ ഫോർമുല. അതുപോലെ വോളിയത്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുല നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും അല്ലേ. വോളിയത്തിൻ്റെ ഫോർമുല എന്താണ്? ഫിസിക്കൽ ഫോർമുല എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലേ. ഈ ഹൈറ്റും ബ്രെഡ്ത്തും ഒക്കെ ബേസിക്കലി ലെങ്ത് തന്നെയാണ് അല്ലേ. അപ്പം നമുക്ക് ലെങ്ത് ഇൻറ്റു ലെങ്ത് എന്ന് തന്നെ എഴുതാൻ പറ്റും അല്ലേ. ലെങ്ത് ഇൻറ്റു ലെങ്ത് ആണ് എന്ത്? വോളിയം എന്ന് പറയുന്നത്. അതായത് L³ എന്ന് എഴുതാൻ പറ്റും അല്ലേ. നമ്മളതിനെ ഫോർമുല ആയിട്ട് എഴുതാണെങ്കിൽ m⁻⁴ l⁻3 t⁻0 എന്ന് നമുക്ക് കിട്ടും അല്ലേ. ഇതാണ് വോളിയത്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്. ഈ രൂപത്തിൽ എല്ലാ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെയും ഡയമെൻഷൻസ് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ബേസ് ക്വാണ്ടിറ്റീസിൻ്റെ അവയിലുള്ള ബേസ് ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അവ ഡിപ്പെൻഡ് ചെയ്യുന്ന ബേസ് ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഇൻ ടേംസിൽ നമുക്ക് എല്ലാ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെയും ഡയമെൻഷണൽ ഫോർമുല നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും അല്ലേ. ഇനി നമുക്ക് ചെറിയ ഒരു ടേബിൾ നോക്കാം അല്ലേ. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ വ്യത്യസ്ത ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ഉള്ള ഒരു ടേബിളാണ് നമ്മുടെ സ്ക്രീനിലുള്ളത് അല്ലേ. ഓരോന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഒന്നിലധികം ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷണൽ ഫോർമുല സെയിം ആണെന്ന് നമുക്ക് ഈ ടേബിളിൽ നിന്ന് വ്യക്തമാണ്. ഒന്നിലധികം ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷണൽ ഫോർമുല സെയിം ആണ്. ഇവിടെ ഡിസ്റ്റൻസിനും അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റിനും ലെങ്ത്, ഡെപ്ത്, തിക്നെസ്, അതുപോലെ തന്നെ വേവ് ലെങ്ത്, ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ലെങ്ത്തിൻ്റെ ഡയമെൻഷൻസ് തന്നെയാണ്. ലെങ്ത്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? m⁻⁴ l⁻1 t⁻0 എന്നുള്ളതാണ്. അത് തന്നെയാണ് ലെങ്ത്തിനും ബ്രെഡ്ത്തിനും ഹൈറ്റിനും തിക്നെസ്സിനും എല്ലാത്തിനും നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ലെങ്ത്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുല തന്നെയാണ്. ബേസിക്കലി ഇതെല്ലാം സെയിം ആണ് അല്ലേ. ഇനി മാസിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? മാസിൻ്റേത് m⁻1 l⁻0 t⁻0 അല്ലേ. അതുപോലെ സ്പീഡിൻ്റെത് നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തു l⁻1 t⁻⁻1. അതുപോലെ ആക്സിലറേഷൻ്റെത് lt⁻2 ആണ് അല്ലേ. അതെങ്ങനെയാണ് വരുന്നത്? lt⁻2 എന്നുള്ളത് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ജസ്റ്റ് നോക്കാം അല്ലേ. അതായത് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ് എന്ത്? ആക്സിലറേഷൻ എന്ന് പറയുന്നത്. വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? lt⁻1 അല്ലേ. സ്പീഡിൻ്റെ സെയിം ഡയമെൻഷണൽ ഫോർമുല തന്നെയാണ് വെലോസിറ്റിക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ lt⁻1 ആണ് വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല. ഡിവൈഡഡ് ബൈ ടൈമിൻ്റേത് t ആണ് അല്ലേ. അപ്പോൾ നമുക്ക് lt⁻2 എന്ന് കിട്ടുന്നു അല്ലേ. അതുപോലെ അടുത്തത് എന്താണ്? ആംഗുലാർ വെലോസിറ്റി ഗ്രേഡിയൻറ്റ്, ഡീകെ കോൺസ്റ്റൻറ്റ്, ലീനിയർ ഫ്രീക്വൻസി. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ എല്ലാം ഡയമെൻഷണൽ ഫോർമുല സെയിം തന്നെയാണ് അല്ലേ. ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/t ആണ് അല്ലേ. 1/t ആണ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല നമ്മൾ എഴുതാണെങ്കിൽ 1/t⁻1 = t⁻−1 എന്ന് കിട്ടുന്നു അല്ലേ. അപ്പം m0 l0 t⁻−1 എന്നുള്ളതാണ് നമ്മുടെ ഫ്രീക്വൻസിയുടെ ഡയമെൻഷണൽ ഫോർമുല അല്ലേ. അതുപോലെ തന്നെ അടുത്തത് എന്താണ്? വേവ് നമ്പർ, പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ്, റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ് അല്ലേ. റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ് ഇവയുടെയൊക്കെ ഡയമെൻഷണൽ ഫോർമുലാസ് സെയിം ആണ് അല്ലേ. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം നമുക്ക് അല്ലേ. വേവ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? വേവ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വേവ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് അല്ലേ. നമ്പർ ഓഫ് വേവ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് വേവ് നമ്പർ എന്ന് പറയുന്നത്. അതിന് നമ്മൾ ബേസ് ക്വാണ്ടിറ്റീസിൻ്റെ ഇൻ ടേംസിൽ എഴുതാണെങ്കിൽ നമുക്ക് 1/l എന്ന് എഴുതാൻ പറ്റും അല്ലേ. നമ്പർ പെർ യൂണിറ്റ് ലെങ്ത് അല്ലേ. അപ്പോൾ നമുക്ക് 1/l എന്ന് എഴുതാൻ പറ്റും. നമ്പറിന് നമുക്കറിയാം, ഒരു നമ്പറിന് സാധാരണ ഡയമെൻഷൻസ് ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 1/l എന്ന് എഴുതാൻ പറ്റും. എന്ന് പറഞ്ഞാൽ l⁻1. ഇത് നമ്മൾ പൂർണ്ണമായിട്ട് എഴുതാണെങ്കിൽ m0 l⁻1 t⁻0 എന്ന് കിട്ടും. ഇതാണ് വേവ് നമ്പറിൻ്റെ ഡയമെൻഷണൽ ഫോർമുല അല്ലേ. ഇനി അതുപോലെ തന്നെ ഫോഴ്സ്, അതുപോലെ വെയിറ്റ്, ടെൻഷൻ, സെൻട്രിപെറ്റൽ ഫോഴ്സ്, ഈ ക്വാണ്ടിറ്റീസിനെല്ലാം ഡയമെൻഷണൽ ഫോർമുല സെയിം ആണ് അല്ലേ. ഫോഴ്സിൻ്റെത് എന്താണ്? ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ എന്താണ്?
ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ എഫ് ഈക്വൽ ടു എം എ എന്നുള്ളതാണ്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലേ. മാസിൻ്റെ ഡയമെൻഷൻസ് എം റൈസ് ടു 1 ആണ്, അതുപോലെ ആക്സിലറേഷൻ്റെത് എൽ ടി റൈസ് ടു -2 ആണ് അല്ലേ. എം ഇൻറ്റു എൽ ടി റൈസ് ടു -2 എം എൽ ടി റൈസ് ടു -2 എന്നുള്ളതാണ് ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. ഇനി അടുത്തത് ഏതാണ്? വർക്ക്, എനർജി, ടോക്ക്, മൊമെൻ്റ് ഓഫ് കപ്പിൾ, ഹീറ്റ്, ഇവയുടെ എല്ലാം ഡയമെൻഷണൽ ഫോർമുല സെയിം ആണ് അല്ലേ. വർക്കിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതി നോക്കാം. വർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്നതാണ് വർക്കിൻ്റെ ഇക്വേഷൻ. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല നമുക്ക് കിട്ടി അല്ലേ. എം എൽ ടി റൈസ് ടു -2 അല്ലേ, ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ലെങ്ത് ആണ്, അതുകൊണ്ട് എൽ അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് എം എൽ സ്ക്വയർ ടി റൈസ് ടു -2 എന്ന് കിട്ടുന്നു. ഏതിൻ്റെത്? വർക്കിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. ഈ രൂപത്തിൽ നമുക്ക് എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെയും ഡയമെൻഷണൽ ഫോർമുലാസ് കണ്ടെത്താൻ പറ്റും അല്ലേ. ഇനി നമുക്ക് ലിനിയർ മൊമെൻറ്റം അതുപോലെ ഇമ്പൾസ് അല്ലേ. ലിനിയർ മൊമെൻറ്റത്തിൻ്റെയും ഇമ്പൾസിൻ്റെയും ഒക്കെ ഡയമെൻഷണൽ ഫോർമുല സെയിം ആണ്. മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ലിനിയർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പി ഈക്വൽ ടു എം വി എന്നുള്ളതാണ്, മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ. മാസിന് നമുക്ക് എം എന്ന് എഴുതാം, അതുപോലെ വെലോസിറ്റിക്ക് എൽ ടി റൈസ് ടു -1 എന്ന് എഴുതാം. എം എൽ ടി റൈസ് ടു -1 എന്നുള്ളതാണ് നമ്മുടെ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്. അതുപോലെ സർഫസ് ടെൻഷൻ അല്ലേ. സർഫസ് ടെൻഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. ഫോഴ്സിൻ്റെ നമുക്ക് എം എൽ ടി റൈസ് ടു -2 എന്ന് കിട്ടി അല്ലേ. ഡിവൈഡ് ബൈ എൽ ചെയ്താൽ എം ടി റൈസ് ടു -2 അല്ലെങ്കിൽ എം എൽ 0 ടി റൈസ് ടു -2 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ സർഫസ് ടെൻഷൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ പ്രഷറിൻ്റെയും കോഎഫിഷ്യൻ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി, യങ്സ് മോഡുലസ്, സ്ട്രെസ്, ഇവയുടെ എല്ലാം ഡയമെൻഷണൽ ഫോർമുല സെയിം ആണ്. സ്ട്രെസ് ആണ്. സ്ട്രെസ്, പ്രഷർ, കോഎഫിഷ്യൻ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി, യങ്സ് മോഡുലസ്, ഇവയുടെ എല്ലാം ഡയമെൻഷണൽ ഫോർമുല സെയിം ആണ്. ചെക്ക് ചെയ്യാം ജസ്റ്റ് നമുക്ക് അല്ലേ. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷറിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ എന്നാണ്. ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ് പ്രഷറിൻ്റെ ഫോർമുല അല്ലേ. ഫോഴ്സിൻ്റെ നമുക്കറിയാം എം എൽ ടി റൈസ് ടു -2 അല്ലേ. അതുപോലെ ഏരിയയുടേത് എൽ റൈസ് ടു 2 അല്ലേ. ഇതിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് എഴുതിയാൽ എം എൽ റൈസ് ടു -1 ടി റൈസ് ടു -2 എന്ന് കിട്ടുന്നു. ഇതാണ് നമ്മുടെ പ്രഷറിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. എം എൽ റൈസ് ടു -1 ടി റൈസ് ടു -2. അതുപോലെ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെയും ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെയും ഡയമെൻഷണൽ ഫോർമുല സെയിം ആണ്. എം എൽ സ്ക്വയർ ടി റൈസ് ടു -2 എന്നുള്ളതാണ് അല്ലേ. ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം അല്ലേ. എന്താണ് ആംഗുലാർ മൊമെൻറ്റം? എല്ലിൻ്റെ ഇക്വേഷൻ എം വി ആർ എന്നുള്ളതാണ്. എം വി ആർ എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലേ. എമ്മിൻ്റെത് നമുക്ക് എം എന്ന് എഴുതാം, അതുപോലെ വെലോസിറ്റിയുടേത് എൽ ടി റൈസ് ടു -1 എന്ന് എഴുതാം, ഡിസ്റ്റൻസിൻ്റെത് എൽ എന്ന് എഴുതാം അല്ലേ. എം എൽ സ്ക്വയർ ടി റൈസ് ടു -1 എന്നുള്ളതാണ് നമ്മുടെ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് എം എൽ സ്ക്വയർ ടി റൈസ് ടു -1 എന്നുള്ളതാണ് അല്ലേ. അതുപോലെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെതും കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിയുടേതും നമുക്ക് ചെക്ക് ചെയ്യാം അല്ലേ. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷണൽ ഫോർമുല നമുക്കറിയാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് ഈക്വൽ ടു ജി എം എം ബൈ ആർ സ്ക്വയർ ആണ്. ജി എം എം ബൈ ആർ സ്ക്വയർ. ഈ ഇക്വേഷനും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് അടുത്ത ചാപ്റ്ററുകളിലായിട്ട് പഠിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഡയമെൻഷണൽ ഫോർമുല ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ യൂസ് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് എഫ് ഈക്വൽ ടു ജി എം എം ബൈ ആർ സ്ക്വയർ ഉണ്ട് അല്ലേ. ഇതിൽ ജി ഈക്വൽ ടു ജി എന്നുള്ളതാണ്, ഈ ജീനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ജി ഈക്വൽ ടു എഫ് ആർ സ്ക്വയർ ബൈ എം എം അല്ലേ. എന്ന് പറഞ്ഞാൽ എഫിൻ്റെ നമുക്കറിയാം എം എൽ ടി റൈസ് ടു -2 ആണ്. ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എൽ സ്ക്വയർ ആണ്, ഡിവൈഡഡ് ബൈ എം ഇൻറ്റു എം അല്ലേ. എം റൈസ് ടു 2 അല്ലേ.
ആൻസർ ആയിട്ട് നമുക്ക് m⁻⁻1 L⁻3 T⁻2 എന്ന് കിട്ടുന്നു. m⁻⁻1 L⁻3 T⁻2 എന്ന് കിട്ടുന്നു. ഇതാണ് നമ്മുടെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് അല്ലേ. m⁻⁻1 L⁻3 T⁻2. അതുപോലെ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി അല്ലേ. കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈറ്റ =FR/AV എന്നുള്ളതാണ്. ഇവിടെ F എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്, R ഡിസ്റ്റൻസ് ആണ്, A എന്ന് പറയുന്നത് ഏരിയ ആണ്, V വെലോസിറ്റി ആണ്. ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എഫിൻ്റെ നമുക്കറിയാം mL⁻2 എന്നുള്ളതാണ് അല്ലേ. ഡിസ്റ്റൻസിൻ്റെത് L ആണ്, അതുപോലെ ഏരിയയുടേത് L² ആണ്, വെലോസിറ്റിയുടേത് L⁻⁻1 ആണ് അല്ലേ. നമ്മൾ ചെയ്യുകയാണെങ്കിൽ mL² T⁻2 ഡിവൈഡഡ് ബൈ L³ ഇൻറ്റു T⁻1 അല്ലേ. ഈ -1ഉം -2ഉം കട്ടായി പോയി, L³ L2ഉം കട്ടായി L1 അല്ലേ. mL⁻⁻1 T⁻⁻1 എന്നുള്ളതാണ് നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് എല്ലാ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെയും ഡയമെൻഷണൽ ഫോർമുല, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷണൽ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അല്ലേ. ദ ഡയമെൻഷൻസ് ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആർ. ഇത് നമ്മൾ നേരത്തെ ചെയ്തതാണ്. അതായത് F = G × m1m2/r² ആണ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ. F = G m1m2/r². ഇവിടെ നമുക്ക് G = FR² ഡിവൈഡഡ് ബൈ m1m2 എന്ന് എഴുതാൻ പറ്റും അല്ലേ. mL⁻⁻2 ഇൻറ്റു L² ഡിവൈഡഡ് ബൈ m² അല്ലേ. mL³ T⁻2 ഇൻറ്റു m⁻⁻2 അല്ലേ. അപ്പോൾ m⁻⁻1 L⁻³ T⁻2 എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നു അല്ലേ. ഇതിൽ ശരിയായ ആൻസർ എന്ന് പറയുന്നത് B ആണ് അല്ലേ. m⁻⁻1 L⁻3 T⁻2 എന്നുള്ളതാണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡയമെൻഷൻസ് ഓഫ് പൊട്ടൻഷ്യൽ ആർ ദ സെയിം ആസ് ദാറ്റ് ഓഫ്. അതായത് പൊട്ടൻഷ്യലിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണെന്നാണ് ചോദിക്കുന്നത്. പൊട്ടൻഷ്യൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് തന്നെ വർക്ക് പെർ യൂണിറ്റ് ചാർജ് എന്ന രീതിയിലാണ്. അതുകൊണ്ട് ആൻസർ എന്ന് പറയുന്നത് വർക്ക് പെർ യൂണിറ്റ് ചാർജാണ്. പൊട്ടൻഷ്യലിൻ്റെ ഡെഫിനിഷൻ തന്നെ വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജാണ്. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അല്ലേ. ദ പെയർ ഹാവിങ് ദ സെയിം ഡയമെൻഷൻസ് ഈസ്. അതായത് സെയിം ഡയമെൻഷൻസ് ഉള്ള പെയർ ഏതാണെന്നാണ് ചോദിച്ചത് അല്ലേ. ആംഗുലാർ മൊമെൻറ്റവും വർക്കുമാണ് ആദ്യം തന്നിട്ടുള്ളത്. ആംഗുലാർ മൊമെൻറ്റത്തിന് നമുക്കറിയാം L = mvr ആണ്, m × L⁻⁻1 × L അല്ലേ. mL² T⁻⁻1 അല്ലേ. ഇനി വർക്കിൻ്റെത് വർക്ക് = ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് =mL⁻⁻2 × L ആണ്, mL² T⁻⁻2. അപ്പോൾ ഇത് രണ്ടും ഡിഫറെൻ്റ് ആണെന്ന് കാണാൻ പറ്റും അല്ലേ. ഇനി വർക്കിൻ്റെതും ടോർക്കിൻ്റെതുമാണ് അല്ലേ. വർക്കിൻ്റെത് നമുക്കറിയാം. വർക്കിൻ്റെത് എന്താണ്? വർക്കിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് mL² T⁻2 ആണ് അല്ലേ. അതുപോലെ തന്നെ ടോർക്കിനെ നമുക്ക് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. FR എന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ വർക്കിൻ്റെയും ടോർക്കിൻ്റെയും ഡയമെൻഷണൽ ഫോർമുലാസ് സെയിം ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റും അല്ലേ. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്? ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഹാസ് ഡയമെൻഷണൽ ഫോർമുല ആസ് ദാറ്റ് ഓഫ് എനർജി ഡിവൈഡ് ബൈ മാസ് ഇൻറ്റു ലെങ്ത് ഈസ്. അതായത് എനർജി ഡിവൈഡ് ബൈ മാസ് ഇൻറ്റു ലെങ്ത് എന്ന് പറയുന്ന എക്സ്പ്രഷൻ്റെ സെയിം ഡയമെൻഷണൽ ഫോർമുല ഉള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. എനർജി ഡിവൈഡഡ് ബൈ മാസ് ഇൻറ്റു ലെങ്ത് ആണ് ചോദിച്ചത് അല്ലേ. എനർജി ഡിവൈഡഡ് ബൈ മാസ് ഇൻറ്റു ലെങ്ത്. എനർജിൻ്റെത് വർക്കിൻ്റെതൊക്കെ എന്ത് തന്നെയാണ്? സെയിം തന്നെയാണെങ്കിൽ വർക്കിൻ്റെ നമുക്കറിയാം, വർക്കിൻ്റെത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആണ് അല്ലേ. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഡിവൈഡഡ് ബൈ മാസ് ഇൻറ്റു ലെങ്ത് അല്ലേ. ഫോഴ്സിൻ്റെ നമുക്കറിയാം mL⁻⁻2
ഡിസ്പ്ലേസ്മെൻ്റ് ലെങ്ത് ആണ്, അതുകൊണ്ട് L ഡിവൈഡഡ് ബൈ M ഇൻറ്റു L അല്ലേ. രണ്ടും കട്ട് ചെയ്ത് പോയാൽ LT⁻⁻2 എന്ന് കിട്ടുന്നു. LT⁻2 എന്നുള്ളത് ആക്സിലറേഷൻ്റെ ഡയമെൻഷണൽ ഫോർമുലയാണ് അല്ലേ. ആക്സിലറേഷൻ്റെ ഡയമെൻഷണൽ ഫോർമുലയാണ് LT⁻2 എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് D ആണ്. ഇനി ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ an equation obtained by equating a physical quantity with its dimensional formula is called the dimensional equation of the physical quantity. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമുക്ക് കിട്ടിയിട്ടുള്ള അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയുമായിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഇക്വേഷനെയാണ് നമ്മൾ ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറയുക. വോളിയത്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുല L³ ആണ് നമുക്കറിയാം അല്ലേ. അപ്പോൾ നമ്മൾ വോളിയം എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയെ നമ്മൾ അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയുമായിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് V = m⁻⁴ L⁻³ T⁻0 എന്ന് എഴുതി അല്ലേ. ഈ ഇക്വേഷനാണ് നമ്മൾ ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ U എന്താണ്, വെലോസിറ്റി ആണ് അല്ലേ. m⁻⁴ L T⁻⁻1. F ഫോഴ്സ് ആണ് mL T⁻⁻2. ഈ ക്വാണ്ടിറ്റിയെ നമ്മൾ ഈ ഡയമെൻഷണൽ ഫോർമുലയുമായിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഇക്വേഷനാണ് നമ്മൾ ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഡയമെൻഷണൽ ഇക്വേഷൻസിനെ നമ്മൾ ഏത് രൂപത്തിലാണ് അപ്ലൈ ചെയ്യുന്നത്, അതിൻ്റെ അപ്ലിക്കേഷൻസ് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.